ഇന്ത്യ ചരിത്രത്തിലെ വേദ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എയർലി വേദിക് പീരീഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്യന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ചും അവരുടെ മൈഗ്രേഷനെക്കുറിച്ചും ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിബേറ്റുകൾ നമ്മുടെ സമൂഹത്തിലും അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻസിൻ്റെ ഇടയിലുമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ആ ഒരു ഡിബേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ആര്യൻ ഇൻവേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു ഡിബേറ്റ് എന്താണ്, അതിൻ്റെ ഉത്ഭവം എന്താണ്, ആ ഒരു ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്ന വാദങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു alexplain. അപ്പോൾ ഈ ആര്യ സമൂഹത്തിൻ്റെ ഉത്ഭവം അതുപോലെ തന്നെ അവരുടെ മൈഗ്രേഷനൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യ ചരിത്രത്തിലാണല്ലോ ഇങ്ങനെയുള്ള ഒരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത്. ഇന്ത്യയുടെ ചരിത്രം, ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചരിത്ര പഠനവും അതുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചുകളും ഒക്കെ ആരംഭിക്കുന്നത് ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവോടുകൂടിയാണ്. ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നേ ഇവിടെ കൃത്യമായിട്ട് ഒരു റിസർച്ചോ അതുപോലെ തന്നെ ഹിസ്റ്റോറിക് സ്റ്റഡിയോ കാര്യങ്ങളോ ഒന്നും നടന്നിരുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷുകാർ എന്തിനാണ് ഇന്ത്യയുടെ ഹിസ്റ്ററി പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മുന്നോട്ട് വരുന്നത് കാണാം. ഒരു വിഭാഗം ആളുകൾ കൃത്യമായിട്ട് ഹിസ്റ്ററി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. എന്നാൽ രണ്ടാമതൊരു വിഭാഗം കൊളോണിയലിസവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ കോളനൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില സ്ഥാപിത താല്പര്യങ്ങളുള്ള ആളുകളായിരുന്നു എന്ന് കാണാം. അപ്പോൾ ഇവരിൽ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുന്നത് ഓറിയൻ്റലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആണ്. അപ്പോൾ എന്താണ് ഈ ഓറിയൻ്റലിസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അവരുടേതായിട്ടുള്ള ചരിത്രവും സംസ്കാരമുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ചരിത്രവും സംസ്കാരവുമുണ്ട്. ഇതിലൊന്ന് നല്ലതാണെന്നോ മറ്റേത് മോശമാണെന്നോ പറയാൻ സാധിക്കില്ല. സോ ഇന്ത്യയെ ഇംഗ്ലീഷുകാർ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ചരിത്രത്തിനും സംസ്കാരത്തിനും അനുസരിച്ചായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും പഠിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു ഐഡിയയാണ് നമ്മൾ ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇന്ത്യയുടെ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷുകാരായിട്ടുള്ള ഓറിയൻ്റൽ ചരിത്രകാരന്മാരിൽ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ആദ്യമൊക്കെ പഠിക്കാൻ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഓഫീസർ വില്യം ജോൺസ് ആണെന്ന് കാണാം. അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള ഒരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ആരംഭിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ചരിത്ര പഠനത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് ലിറ്റററി സോഴ്സുകളാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ആർക്കിയോളജി ഒന്നും വലിയ രീതിയിലുള്ള വികാസം പ്രാപിച്ചിരുന്നില്ല. ആർക്കിയോളജിക്കലായിട്ടുള്ള എവിഡൻസുകളും വലിയ കാര്യമായിട്ട് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് ലഭ്യമായിട്ടുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ഗ്രന്ഥങ്ങളായിട്ട് അവർ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചുകൊണ്ട് ആ ഒരു ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സംസ്കൃതം തന്നെ ഇവർ പഠിക്കുന്നുണ്ട്. പല ചരിത്രകാരന്മാരും, ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ചരിത്രകാരന്മാരൊക്കെ ഈ ഉപനിഷത്തുകളുടെ പേർഷ്യൻ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ സംസ്കൃതം പഠിച്ചുകൊണ്ട് തന്നെ വേദങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കാനാണ് വില്യം ജോൺസ് ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പഠനവുമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം 1786 വില്യം ജോൺസ് ഒരു കണ്ടുപിടുത്തം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ടൊരു തിയറി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുകയാണ്. സംസ്കൃതത്തിലും അതുപോലെ തന്നെ പല യൂറോപ്യൻ ലാംഗ്വേജുകളിലും ഒരുപാട് സാമ്യതകളുണ്ട്. അപ്പോൾ ഈ സാമ്യതകളുടെ ഭാഗമായിട്ട് ഇവയെല്ലാം ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമൺ ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജുകളാണ് എന്നുള്ളൊരു തിയറി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഒരു പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്, അതായത് ഈ ഭാഷകളുടെ എല്ലാം ഒരു പൂർവ്വ ഭാഷയായിട്ട് ഒരു പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഉണ്ടായിരുന്നുവെന്നും ആ ഭാഷയിൽ നിന്നാണ് ഈ ഭാഷകളെല്ലാം ഉരുത്തിരിഞ്ഞ് വന്നത് എന്നുമുള്ളൊരു തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജുകൾ സംസാരിക്കുന്ന ആളുകളെ ഇവർ ആര്യൻസ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് പൊതുവായിട്ടുള്ള ഒരു പുരാതന ഭാഷയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി പല ഭാഷകളായി മാറുകയാണ്. അപ്പോൾ ഈ ഭാഷ സംസാരിക്കുന്ന ഭാഷാ സമൂഹമായിട്ടുള്ള ആര്യൻസിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു മൈഗ്രേഷൻ നടന്നിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊരു തിയറി അവർ മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൊതുവെ എല്ലാവരും അംഗീകരിച്ച ഒരു തിയറി എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയിലായിരുന്നു ഈ ആര്യ സമൂഹത്തിൻ്റെ ആരംഭം. അവിടെ നിന്നും അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു വിഭാഗം ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. ഇന്ത്യയിൽ അവർ പിന്നീട് സ്പ്രെഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻഡോ ആര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജ് ഇന്ത്യയുടെ പല ഭാഗത്ത് സ്പ്രെഡ് ആവുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്കൃതത്തിൽ നിന്ന് പാലി, പ്രാകൃത് പോലെയുള്ള പുരാതന ഭാഷകൾ, അതിൽ നിന്നും പിന്നീട് ഇന്ന് സംസാരിക്കുന്ന ഹിന്ദി, ഗുജറാത്തി, ബംഗാളി, ഒഡിയ പോലെയുള്ള ലാംഗ്വേജുകളെല്ലാം ഉരുത്തിരിഞ്ഞ് വന്ന് ഇൻഡോ ആര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു തിയറിയാണ് വില്യം ജോൺസും അതിൻ്റെ ഭാഗമായിട്ട് പിന്നീടുണ്ടായിരുന്ന ചരിത്രകാരന്മാരൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഏകദേശം 1816 മദ്രാസിൻ്റെ കളക്ടറായിരുന്ന ഫ്രാൻസിസ് എല്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു തിയറി മുന്നോട്ട് വെക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളും ഈ ഇൻഡോ ആര്യൻ ലാംഗ്വേജുകളല്ല. സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ തമിഴ്, കന്നഡ, മലയാളം പോലെയുള്ള ഭാഷകൾ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ലാംഗ്വേജിനെ ദ്രവീഡിയൻ ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രധാനപ്പെട്ട ഭാഷാ സമൂഹങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ള തിയറികൾ മുന്നോട്ട് വരുന്നു.
അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു തിയറിക്ക് ഇന്ത്യയിൽ വലിയൊരു പ്രചാരം കിട്ടുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു തിയറി ഇഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരും ആര്യന്മാരാണ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ആളുകളും എസ്പെഷ്യലി ഇന്ത്യയിലെ എലീറ്റായിട്ട് വരുന്ന ക്ലാസ്സിലെ ആളുകളും ആര്യന്മാർ തന്നെയാണ്. ഇവരെല്ലാം ഒരേ റൂട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് എന്നുള്ള രീതിയിലൊരു തിയറി മുന്നോട്ട് വന്നപ്പോൾ ഒരുപാട് ആളുകൾ അത് സ്വീകരിക്കുകയാണ്. എന്നാൽ ഇതിന് ശേഷം ഈ ഒരു തിയറിയിലേക്ക് പല തെറ്റിദ്ധാരണകളും കടന്നു വരുന്നു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയനാണ് മാക്സ് മുള്ളർ എന്ന് പറയുന്നത്. മാക്സ് മുള്ളർ മുന്നോട്ട് വെച്ച തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആര്യൻസ് എന്ന് പറയുന്നത് ഒരു ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്, ഒരു ഭാഷാ സമൂഹം മാത്രമല്ല, അവരൊരു ഹ്യൂമൻ റേസ് ആണ്, ഒരു പ്രത്യേക മനുഷ്യവംശം കൂടിയാണ് എന്നുള്ളൊരു തിയറി അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. സോ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഇൻഡോ ആര്യൻസ് ആയിട്ടുള്ള ഇന്ത്യക്കാരും എല്ലാം ഒരേ വംശത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു കോട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്ലാസി യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച റോബർട്ട് ക്ലൈവിൻ്റെയും അവർക്കെതിരെ യുദ്ധം ചെയ്ത ബംഗാളി സൈനികരുടെയും സിരകളിലൂടെ ഒഴുകുന്നത് ഒരേ രക്തമാണെന്നുള്ളൊരു തിയറിയാണ് മാക്സ് മുള്ളർ മുന്നോട്ട് വെച്ചത്. ഇതിനുശേഷം ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ആർതർ ഡി ഗൊബൻല്യൂ ഈ തിയറിയെ വീണ്ടും വികലമാക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആര്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹ്യൂമൻ റേസ് അവർ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ സംസാരിക്കണം എന്ന് പോലും നിർബന്ധമില്ല. അവരൊരു പ്യുവർലി ഹ്യൂമൻ റേസ് മാത്രമാണ്, ഒരു മനുഷ്യവംശം മാത്രമാണ്. അവരൊരു സുപ്പീരിയർ റേസ് ആണ്. ഈ ലോകത്തെ സിവിലൈസ് ചെയ്യാൻ കഴിവുള്ളത് ഈ ആര്യൻ റേസിനാണ്. അതുകൊണ്ട് അവർക്ക് ലോകത്തിൽ ആരെ വേണമെങ്കിലും ആക്രമിക്കാൻ, കീഴ്പ്പെടുത്താം എന്നുള്ള ഒരു റേഷ്യൽ തിയറി ഈ ആർതർ ഡി ഗോബൻല്യൂ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇൻഡോ യൂറോപ്യൻ എന്നൊരു ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറിയിൽ ഇങ്ങനെ കാലാകാലങ്ങളിൽ വെള്ളം ചേർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ആര്യൻ തിയറിയെ മാറ്റിയും മറിച്ചും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് അവരുടെ കൊളോണിയലിസത്തിനെ, അവരുടെ കോളനൈസേഷനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ തിയറി ഉപയോഗിക്കുകയാണ്. സോ ഞങ്ങൾ ആര്യന്മാരാണ്, ഞങ്ങൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, ആര്യന്മാരല്ലാത്ത അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. സോ അവരെ സിവിലൈസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവർക്കൊക്കെ ഒരു സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നതും കോളനൈസ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു തിയറി ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് കൊണ്ടുവന്ന് ഇന്ത്യക്കാരെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ആര്യൻ തിയറിയെ ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അതായത് ഇൻഡോ ആര്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകൾ, നിങ്ങളെല്ലാവരും ആര്യന്മാരാണ്, നിങ്ങളൊക്കെ ഒരു സുപ്പീരിയർ റേസ് ആണ്. അതേസമയം ഇൻഡോ ആര്യൻ ഭാഷ സംസാരിക്കാത്ത ആളുകൾ, അവരൊക്കെ നോൺ ആര്യൻസ് ആണ്, അവരൊക്കെ ഇൻഫീരിയർ റേസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വിഭജനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ബ്രിട്ടീഷുകാർ ഈ ആര്യൻ തിയറിയെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഏതൊക്കെ രീതിയിൽ ബ്രിട്ടീഷുകാർ ഈ തിയറിയെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച, അതായത് ആര്യന്മാർ സെൻട്രൽ ഏഷ്യയിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോയതാണെന്നും അവരിലൊരു വിഭാഗം ഇന്ത്യയിലേക്ക് വന്നതാണ് എന്നുമുള്ള ഒരു തിയറിക്ക് വലിയ രീതിയിലുള്ള ഒരു അപവാദം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇതിന് മാറ്റം വരുന്നത് 1920കളിലാണ്. ആ ഒരു സമയത്താണ് ജോൺ മാർഷലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഹാരപ്പ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പുരാവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നതും അത് കൂടുതൽ ഖനനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 4000-ഓ 5000-ഓ വർഷം പഴക്കമുള്ള വലിയൊരു നാഗരിക സംസ്കാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളും പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ലണ്ടൻ ജേർണലിൽ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതൊക്കെ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാവുകയാണ്. അത്രയും കാലം അവർ പറഞ്ഞത് ഈ ലോകത്തെ മുഴുവൻ സിവിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുന്നത് അവരായിരുന്നു എന്നാണ്. എന്നാൽ അവർ, അല്ലെങ്കിൽ ഈ ആര്യ വിഭാഗമൊക്കെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിനും ഒരുപാട് കാലം മുന്നേ തന്നെ ലോകത്തിലെ ഏറ്റവും പഴയ നാഗരിക സംസ്കാരങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ സംസ്കാരം ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള പേരിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോൾ അത്രയും കാലവും അവർ മുന്നോട്ട് വെച്ച തിയറികളെല്ലാം പൊളിയുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർ ആദ്യം മുന്നോട്ട് വെച്ച ആ ഒരു തിയറിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. അവർ പറയുന്നത് ഇതാണ്, ഈ ആര്യന്മാരെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സമൂഹം സെൻട്രൽ ഏഷ്യയിലാണ് അവരുടെ ഉത്ഭവം എന്ന് പറയുന്നത്. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു. അതിലൊരു വിഭാഗം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. ഈ ഹാരപ്പൻ സംസ്കാരവും ആര്യൻ സംസ്കാരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഹാരപ്പൻ സംസ്കാരത്തിലുണ്ടായിരുന്ന ആളുകൾ ആര്യന്മാരായിരുന്നില്ല എന്നൊരു തിയറി ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെക്കുകയാണ്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് ഒരു പറ്റം ഹിസ്റ്റോറിയൻസ് മുന്നോട്ട് വരുന്നു. അവരൊരു ഓൾട്ടർനേറ്റ് തിയറി ഇവിടെ മുന്നോട്ട് വെക്കുകയാണ്. അവർ പറയുന്നത് ഇതാണ്, ഈ ഹാരപ്പൻ സിവിലൈസേഷനിലും ഉണ്ടായിരുന്നത് ആര്യ വിഭാഗത്തിലുള്ള ആളുകൾ തന്നെയാണ്, ആര്യന്മാർ തന്നെയായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷനിലും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് വേദകാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രം ഇന്ത്യയിൽ ഉണ്ടാവുന്നത് എന്ന് മാത്രമല്ല, ആര്യന്മാരെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇൻഡിജിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഇന്ത്യയിലായിരുന്നു ആര്യന്മാരുടെ ഉത്ഭവം. അവർ ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയതാണ് എന്നുള്ളൊരു തിയറിയാണ് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ്, അല്ലെങ്കിൽ ഈ ഒരു ഓൾട്ടർനേറ്റീവ് വ്യൂ മുന്നോട്ട് വെക്കുന്ന ഹിസ്റ്റോറിയൻസ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഡിബേറ്റിൻ്റെ ആരംഭം എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടുപിടിച്ചതോടുകൂടി വലിയൊരു നാഗരിക സംസ്കാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആര്യന്മാർ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ അവരുടെ ഉത്ഭവം എവിടെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഡിബേറ്റ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഡിബേറ്റിൻ്റെ ആരംഭം ഇങ്ങനെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണ് മുന്നോട്ട് വരുന്നത്, അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഈ വ്യൂസിനെ കുറിച്ച് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ എന്നും ഓൾട്ടർനേറ്റീവ് വ്യൂ എന്നുമാണ്.
അതായത് ആര്യന്മാരുടെ ഉത്ഭവം സെൻട്രൽ ഏഷ്യയിലാണ് എന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്ന് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയതാണ് എന്നുമുള്ള ഒരു തിയറിക്കാണ് ഏറ്റവും കൂടുതൽ തെളിവുകൾ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ചരിത്രകാരന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ആ ഒരു വ്യൂ ആയതുകൊണ്ടാണ് നമ്മളതിനെ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിനെ പിന്താങ്ങുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം ഹിസ്റ്റോറിയൻസ് എല്ലാം തന്നെ ഈ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിനെയാണ് പിന്താങ്ങുന്നത് എന്ന് കാണാം. എന്നാൽ ഈ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ മുന്നോട്ട് വെച്ച് ഈ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിനെ ചലഞ്ച് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യൂവിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് വ്യൂ എന്ന് പറയുന്നത്. അതായത് ഈ ആര്യന്മാരുടെ ഉത്ഭവം ഇന്ത്യയിലാണെന്നും ഇന്ത്യയിൽ നിന്നുമാണ് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയത് എന്നും ഹാരപ്പൻ സംസ്കാരം ആര്യന്മാരുടേതായിരുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് വ്യൂവിലുള്ള ചരിത്രകാരന്മാരൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും TN രാമചന്ദ്രൻ, KN ശാസ്ത്രി, SR റാവു, BB ലാൽ, SP ഗുപ്ത പോലുള്ള ചരിത്രകാരന്മാരാണ് പ്രധാനമായിട്ടും ഈ ഓൾട്ടർനേറ്റ് വ്യൂവിനെ പിന്താങ്ങുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിൻ്റെയും ഓൾട്ടർനേറ്റ് വ്യൂവിൻ്റെയും ഭാഗമായിട്ട് എന്തൊക്കെ തെളിവുകളാണ് മുന്നോട്ട് വെക്കുന്നത്, എന്തൊക്കെ വാദഗതികളാണ് മുന്നോട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ, ഓൾട്ടർനേറ്റ് വ്യൂ എന്നാണ് പറയുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ ശരിയാണ് എന്നോ ഓൾട്ടർനേറ്റ് വ്യൂ തെറ്റാണ് എന്നോ ഒരു ചരിത്രകാരന്മാരും ഒരിടത്തും പറയുന്നില്ല. അതാണ് ചരിത്രം പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ചരിത്രം മനസ്സിലാക്കാനും ചരിത്രത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും ശ്രമിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ചരിത്രത്തെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അവരെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് എവിഡൻസിൻ്റെ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എപ്പോഴും ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ചില വിഭാഗം തെളിവുകൾ അല്ലെങ്കിൽ ചില വ്യൂസിനായിരിക്കും ഏറ്റവും കൂടുതൽ തെളിവുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ ആയിട്ട് മാറും. അതിനെ ചലഞ്ച് ചെയ്യുന്ന ആളുകൾ ഓൾട്ടർനേറ്റീവ് വ്യൂവുമായിട്ട് മുന്നോട്ട് പോകും. മറ്റൊരു കാലഘട്ടത്തിൽ നേരെ തിരിച്ച് സംഭവിക്കാം. ഈ ഒരു വ്യൂ മുന്നോട്ട് വെക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് കുറച്ചും കൂടി സോൾഡ് ആയിട്ടുള്ള എവിഡൻസ് വന്നു കഴിഞ്ഞാൽ അത് എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ ആയിട്ട് മാറുകയും മറ്റേ വ്യൂ ഈ പറഞ്ഞുള്ള രീതിയിൽ ഓൾട്ടർനേറ്റീവ് വ്യൂ ആയി മാറുകയും ചെയ്യാം. ഇത് ചരിത്രത്തിൽ മാത്രമല്ല, ഏതൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഡിബേറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഓൾട്ടർനേറ്റീവ് വ്യൂസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു വ്യൂവിനെ ചലഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, പണ്ട് ഭൂമി ഈ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് എന്നും സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ഭൂമിയെ കറങ്ങുകയാണ് എന്നുമുള്ള ഒരു ജിയോസെൻട്രിക് വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എസ്റ്റാബ്ലിഷ് വ്യൂവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോപ്പർനിക്കസ്, ഗലീലിയോ പോലുള്ള ആളുകൾ മുന്നോട്ട് വരികയും ശക്തമായിട്ടുള്ള തെളിവുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജിയോസെൻട്രിക് വ്യൂ തെറ്റാണ് എന്നും സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, അന്ന് അതിനെ ചലഞ്ച് ചെയ്യാൻ ആരും ഇല്ലാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് വ്യൂ മുന്നോട്ട് വെക്കാൻ ആരും ഇല്ലാതിരുന്നുവെങ്കിൽ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പോലും സാധിക്കില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രം ആരംഭിക്കുന്നത് വേദകാലഘട്ടങ്ങളിലാണ്. അതിന് മുന്നേ ഇന്ത്യക്ക് ഒരു ചരിത്രം ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു പഴയ ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ. എന്നാൽ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ജോൺ മാർഷൽ, RD ബാനർജി പോലുള്ള ആളുകൾ മുന്നോട്ട് വരികയും കൃത്യമായിട്ടുള്ള തെളിവുകൾ സമർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഹാരപ്പൻ സംസ്കാരം എന്ന് പറഞ്ഞൊരു മഹത്തായ സംസ്കാരം ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് പിന്നീട് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ആര്യൻ തിയറിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്ത കാര്യത്തെയാണ് നമ്മൾ ഈ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ എന്ന് പറയുന്നത്. എന്നാൽ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോഴും വലിയൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഭാവിയിൽ ശക്തമായിട്ടുള്ള തെളിവുകൾ ഈ ഓൾട്ടർനേറ്റീവ് വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ നമ്മൾ ഡീസൈഫർ ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് ഹാരപ്പയിൽ ഉണ്ടായിരുന്ന ആളുകൾ ആര്യന്മാരായിരുന്നു, അല്ലെങ്കിൽ ആര്യ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളായിരുന്നു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആൾട്ടർനേറ്റീവ് വ്യൂ എന്തായി മാറും? അത് എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ ആയി മാറുകയും എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ പിന്നീട് ഓൾട്ടർനേറ്റീവ് വ്യൂ ആയി മാറുകയും ചെയ്യും. സോ ഇത്തരത്തിലുള്ള മാറ്റവും മറിച്ചിലുകളും ഒക്കെ സംഭവിക്കാം എന്നുള്ളത് തിരിച്ചറിയാം. അതുകൊണ്ട് ഇതിലൊരെണ്ണം ശരിയാണ് എന്നോ അല്ലെങ്കിൽ മറ്റേ വാദം തെറ്റാണോ എന്നോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഹിസ്റ്ററിയിൽ നമുക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആര്യൻ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ പലതരത്തിലുള്ള തെളിവുകളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ലിറ്റററി എവിഡൻസ്, അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് എവിഡൻസ്, ആർക്കിയോളജിക്കൽ എവിഡൻസ്, സോഷ്യൽ ആന്ത്രപ്പോളജിക്കൽ എവിഡൻസ്, അവസാനമായിട്ട് ജനറ്റിക് എവിഡൻസ്. ഇത്രയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഡിബേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ ഒരു കാര്യം തിരിച്ചറിയണം, ഈ ഓരോ മേഖലയിലും രണ്ട് ഭാഗത്തുനിന്ന് വെച്ചിട്ടുള്ള എല്ലാ തെളിവുകളും നമുക്ക് പറയാൻ പറ്റില്ല. പ്രധാനപ്പെട്ട തെളിവുകളെക്കുറിച്ച് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലിറ്റററി എവിഡൻസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലിറ്റററി എവിഡൻസ് ഒന്നുമില്ല, നമുക്ക് ആർക്കിയോളജിക്കൽ എവിഡൻസ് മാത്രമേ ഉള്ളൂ. എന്നാൽ വേദിക് പീരീഡുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആര്യൻ ഹിസ്റ്ററിയും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ധാരാളം ലിറ്റററി എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലിറ്റററി എവിഡൻസിൽ അതായത് ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഈ വേദഗ്രന്ഥങ്ങളിലെ ഓരോ ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയകാല വേദഗ്രന്ഥങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലെ നദികളെക്കുറിച്ചും അതുപോലെ തന്നെ സിന്ധു നദിയുമായി ബന്ധപ്പെട്ടുള്ള നദികളെക്കുറിച്ചുമാണ് പറയുന്നത്. എന്നാൽ പുതിയ കാലഘട്ടങ്ങളിൽ, അതായത് ലേറ്റർ വേദിക് പീരീഡിലെ ഗ്രന്ഥങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഗംഗാ സമതലത്തിലെ നദികളെക്കുറിച്ചാണ് പറയുന്നത്.
ഇപ്പോൾ എയർലി വേദിക് പീരീഡിലെ ടെക്സ്റ്റുകളിൽ പടിഞ്ഞാറേ ഇന്ത്യയിലെ ഭൂപ്രകൃതിയെക്കുറിച്ചും ലേറ്റർ വേദിക് പീരീഡിലെ ടെക്സ്റ്റുകളിൽ കിഴക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഗംഗാ സമതലത്തിലെ ഭൂപ്രകൃതിയെക്കുറിച്ചും പറയുമ്പോൾ ആര്യന്മാരുടെ മൂവ്മെൻറ്റ് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും കിഴക്ക് ഭാഗത്തേക്ക്, അതായത് ഇന്ത്യയുടെ പുറത്തു നിന്നും ഇന്ത്യയുടെ ഉള്ളിലേക്ക് വന്ന രീതിയിലാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിൽ ഇവർ പുറത്തുനിന്ന് വന്നവരാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇതേ സമയം ഓൾട്ടർനേറ്റീവ് വ്യൂവിൽ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇവർ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇറാനിലേക്കും ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവരാണെങ്കിൽ എന്തുകൊണ്ട് ആ സ്ഥലങ്ങളെക്കുറിച്ചൊന്നും വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നില്ല, ഇന്ത്യയെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നുള്ള ചോദ്യം മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ഇവർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആളുകൾ, മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകൾ ഉടനെ തന്നെ ഈ വേദഗ്രന്ഥങ്ങൾ രചിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഓരോ സ്ഥലങ്ങളിലും സെറ്റിൽ ആയതിനു ശേഷം അവരുടെ സംസ്കാരമൊക്കെ വളർന്നു വന്നതിന് ശേഷമായിരിക്കാം ഈ വേദഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. അതുകൊണ്ടായിരിക്കാം ഇന്ത്യയിലെ സ്ഥലങ്ങളെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നതെന്നാണ് ഒരു എതിർവാദം മുന്നോട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള തെളിവുകളുമായി ബന്ധപ്പെടുത്തി ഓരോ ഭാഗത്തു നിന്നും വരുന്ന വാദങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ ആദ്യം തന്നെ ഓൾട്ടർനേറ്റീവ് വ്യൂവിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വേദങ്ങൾ രചിക്കപ്പെട്ടത് വേദിക് സാൻസ്ക്രിറ്റ്, സംസ്കൃതത്തിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ വേദങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയിൽ 300-ലധികം വാക്കുകൾ ദ്രാവിഡ ഭാഷയിലുള്ള വാക്കുകളാണ്. ദ്രാവിഡ ഭാഷയിലുള്ള 300-ലധികം വാക്കുകൾ ഈ സംസ്കൃതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് ഈ ആര്യ ഭാഷയും ദ്രാവിഡ ഭാഷയും തമ്മിലുള്ള ബന്ധത്തെയാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ഭാഷകളും ഒരു പൊതു പൂർവിക ഭാഷയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളൊരു വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിൽ ഇതിനെ എതിർക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഭാഷ എടുക്കുമ്പോഴും അവിടെ നമുക്ക് ലോൺ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ അധികം വാക്കുകൾ കാണാം. അതായത് രണ്ട് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ പലതരത്തിലുള്ള സമ്പർക്കങ്ങളും ഉണ്ടാകുമ്പോൾ ആ ഭാഷകളിലെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ മലയാളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അലമാര, ഇസ്തിരി, ചാവി പോലെയുള്ള മലയാള വാക്കുകൾ ശരിക്കും നമ്മൾ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ലോൺ വേർഡുകളാണ്. ഈ രണ്ട് ഭാഷയും സംസാരിക്കുന്ന ആളുകൾ തമ്മിലുള്ള സമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ കടന്നു വരുന്നത്. അതുപോലെ തന്നെ കാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ശരിക്കും ഡച്ച് ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലോൺ വേർഡാണ്. ആപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഇംഗ്ലീഷിൽ നിന്ന് വന്നിട്ടുള്ള ലോൺ വേർഡാണ്. ഇത്തരത്തിൽ ഭാഷകളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോൺ വേർഡ്സ് ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ ഈ ദ്രാവിഡ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും ആര്യ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെയും ഇടയിലുള്ള സമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ലോൺ വേർഡ്സ് മാത്രമാണ് ഇതെന്നാണ് പറയുന്നത്. കാരണം രണ്ട് ഭാഷകൾ ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ റൂട്ടിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന ഭാഷയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭാഷ മറ്റൊരു ഭാഷയിൽ നിന്നും ജനിക്കുന്ന ഭാഷയാണെങ്കിൽ 300ഓളം വാക്കുകളുടെ സാമ്യം മാത്രം പോരാ. അതിൻ്റെ വ്യാകരണത്തിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം വലിയ രീതിയിലുള്ള സാമ്യം ഉണ്ടാവണം. അങ്ങനെ ഒരു സാമ്യത ഈ ദ്രാവിഡ ഭാഷകളുടെയും ആര്യ ഭാഷയായിട്ടുള്ള സംസ്കൃതത്തിൻ്റെയും ഇടയിലില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദി, ഗുജറാത്തി, മറാഠി, ബംഗാളി, ഒഡിയ പോലെയുള്ള ഭാഷകളുടെ ഇടയിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു സാമ്യതയുണ്ട്. മലയാളം, തമിഴ്, കന്നഡ പോലെയുള്ള ഭാഷകളുടെ ഇടയിലും വലിയ രീതിയിലുള്ള ഒരു സാമ്യതയുണ്ട്. എന്നാൽ ഈ ദ്രാവിഡ ഭാഷകളുടെയും ആര്യ ഭാഷകളുടെ ഇടയിലുള്ള സാമ്യത എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് നമുക്ക് കാണാം. അങ്ങനെ ഓൾട്ടർനേറ്റീവ് വ്യൂവിൻ്റെ ഭാഗമായി മുന്നോട്ട് വന്ന ഈ ഒരു വാദത്തെയും ഇവിടെ തള്ളിക്കളയുകയാണ്. ഇനി മൂന്നാമത്തേത് നമ്മൾ ആർക്കിയോളജിക്കൽ എവിഡൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷനൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്. വേദിക് സിവിലൈസേഷൻ അല്ലെങ്കിൽ വേദിക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ എവിഡൻസിനെയാണ് നമ്മൾ PGW അല്ലെങ്കിൽ പെയിന്റഡ് ഗ്രേവെയർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 1500-ലധികം PGW അല്ലെങ്കിൽ പെയിന്റഡ് ഗ്രേവെയർ കൾച്ചറിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് കാണാം. പെയിന്റഡ് ഗ്രേവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദകാലഘട്ടത്തിൽ ചാരനിറത്തിലുള്ള പാത്രങ്ങളുടെ പുറത്ത് പലതരത്തിലുള്ള വർണ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പെയിന്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം അവശിഷ്ടങ്ങളെയാണ് പ്രധാനമായിട്ടും ഈ വേദിക് പീരീഡിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ പെയിന്റഡ് ഗ്രേവെയർ എന്ന് വിളിക്കുന്നത്. ഈ പെയിന്റഡ് ഗ്രേവെയറിൻ്റെ ഭാഗമായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്ന കുതിരകളുടെ, അതുപോലെ തന്നെ അയൺ ടൂൾസിൻ്റെ, ചാരിയറ്റ്സ് അല്ലെങ്കിൽ രഥങ്ങളുടെയൊക്കെ ധാരാളം തെളിവുകൾ ലഭിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആര്യ സംസ്കാരവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ PGW അല്ലെങ്കിൽ പെയിന്റഡ് ഗ്രേവെയർ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള തെളിവുകളാണ്. ഇതുപോലെ തന്നെ ആര്യ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം മറ്റ് തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ സ്വാത്ത് റിവർ വാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്നും ഗാന്ധാര ഗ്രേവ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെയും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ കുതിരകളുടെയും ചാരിയറ്റ്സിൻ്റെയും ഒക്കെ ധാരാളം തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെയിന്റഡ് ഗ്രേവെയറിന് സിമിലർ ആയിട്ടുള്ള, അതിന് സമാനമായിട്ടുള്ള ധാരാളം ആർക്കിയോളജിക്കൽ എവിഡൻസുകളും ആർക്കിയോളജിക്കൽ സൈറ്റുകളും നമുക്ക് ഇന്ത്യക്കുള്ളിൽ നിന്നും ഇന്ത്യയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പെയിന്റഡ് ഗ്രേവെയറിന് സമാനമായിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് അല്ല നമുക്ക് ഹാരപ്പയിലെ ആർക്കിയോളജിക്കൽ എവിഡൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. മാത്രമല്ല വേദിക് ലിറ്ററേച്ചറിൽ പറയുന്ന തെളിവുകളൊന്നും നമുക്ക് ഈ ഹാരപ്പൻ സംസ്കാരത്തിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടും വ്യത്യസ്ത സംസ്കാരങ്ങളാണ് എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിൽ പറയുന്നത്. ഈ ഒരു വാദത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഓൾട്ടർനേറ്റീവ് വ്യൂവിൻ്റെ ഭാഗത്തു നിന്നും BB ലാൽ, SP ഗുപ്ത പോലെയുള്ള ഹിസ്റ്റോറിയൻസാണ് മുന്നോട്ട് വരുന്നത്. അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സുർക്കോട്ടഡ എന്ന് പറയുന്നത്. സുർക്കോത്തതയിൽ നിന്നും കുതിരയുടെ അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ലോഥൽ. ലോഥലിൽ നിന്നും ഒരു കുതിരയുടെ ടെറാക്കോട്ട ഫിഗറിൻ, കുതിരയുടെ മണ്ണിൽ കുഴിച്ച ഒരു കളിപ്പാട്ട പ്രതിമ ലഭിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വേദിക് പീരീഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൃഗമായിരുന്നു കുതിര എന്ന് പറയുന്നത്. കുതിരയെ കണക്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ കുതിരയ്ക്ക് വേദിക് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ വേദ സംസ്കാരത്തിൽ കൊടുത്തിട്ടുള്ള പ്രാധാന്യവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ രണ്ട് തെളിവുകൾ മാത്രം പര്യാപ്തമായി വരികയില്ല എന്നുള്ളൊരു മറുവാദമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിൽ പറയുന്ന മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, വേദിക് പീരീഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പശു എന്ന് പറഞ്ഞിട്ടുള്ള ജീവി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജീവിയായിരുന്നു എന്ന്. എന്നാൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകളിൽ പശുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ തുലവും തുച്ഛമാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് മാത്രമല്ല, വേദിക് ലിറ്ററേച്ചർ വലിയ കാര്യമായിട്ട് പ്രതിപാദിക്കാത്ത കാളകളുടെ പ്രതിമകളും കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെയുള്ള മറ്റ് അവശിഷ്ടങ്ങളും എല്ലാം ഹാരപ്പൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഹാരപ്പൻ സംസ്കാരവും അതുപോലെ തന്നെ വേദിക് പീരീഡിലെ ആര്യൻ സംസ്കാരവും തമ്മിൽ വലിയ ബന്ധമില്ലായിരുന്നു എന്നുള്ളൊരു തെളിവ് ഈ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇനി അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതാണ് ജെനറ്റിക്സ്. ഈ ആധുനിക കാലഘട്ടത്തിലാണ് ജെനറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ DNA അനാലിസിസ് ഒക്കെ ബന്ധപ്പെട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ ഈ ചരിത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയ DNA അതുപോലെ തന്നെ Y ക്രോമസോം DNA ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ കാലാകാലങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഈ അടുത്ത കാലത്ത് ഏൻഷ്യൻ DNAയുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹാരപ്പൻ സൈറ്റാണ് രാഖിഗഡി എന്ന് പറയുന്നത്. ഈ രാഖിഗഡിയിൽ നിന്ന് 2019 ഏകദേശം 4000 വർഷം പഴക്കമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹത്തിൻ്റെ സ്കെലിട്ടൺ നമുക്ക് ലഭിക്കുകയാണ്. 4000 വർഷം പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം BC 2000 കാലഘട്ടത്തിലാണ്. സോ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ആ ഒരു ലേറ്റർ ഹാരപ്പൻ പീരീഡിൽ നിന്നുമുള്ള ഒരു സ്ത്രീയുടെ അവശിഷ്ടങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവശിഷ്ടങ്ങളുടെ ഇന്നർ ഇയറിൽ നിന്ന് ലഭിക്കുന്ന, അതായത് ചെവിയുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ഒരു DNAയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനമാണ് ഈ ഏൻഷ്യൻ DNAയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. ഈ സ്ത്രീയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മറ്റു 11 പേരുടെയും ഏൻഷ്യൻ DNAയുടെ പഠനം നടക്കുന്നുണ്ടായിരുന്നു. ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിസൾട്ടുകൾ വളരെ റിനൗണ്ട് ആയിട്ടുള്ള ജേണലുകളിൽ, സെല്ല് സയൻസ് പോലെയുള്ള ജേണലുകളിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ചില ചരിത്രകാരന്മാരും ഈ പഠനങ്ങളുടെയും അതുപോലെ തന്നെ ഈ ജേണലുകളുടെയും ഒക്കെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ വസന്ത് ഷിൻഡെ പോലെയുള്ള ചരിത്രകാരന്മാരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പഠനങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചതിന് ശേഷം വസന്ത് ഷിൻഡെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങളും തെളിവുകളും ഈ ഓൾട്ടർനേറ്റ് വ്യൂവിനെ പിന്താങ്ങുന്ന രീതിയിലായിരുന്നു. അതായത് BC 2000 ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ സ്ത്രീയുടെ DNAയിൽ ഇറാനിയൻ സ്റ്റെപ്പീസിലൊക്കെ താമസിച്ചിരുന്ന ആളുകളുടെ DNA, അതായത് ആര്യന്മാർ വന്നു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ആളുകളുടെ DNAയുടെ ഒരു ട്രേസുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആര്യന്മാർ പുറത്തുനിന്ന് വന്നു എന്നുള്ളൊരു തിയറിയെ തള്ളിക്കളയാൻ സാധിക്കും. ആര്യന്മാർ ഇന്ത്യയുടെ നേറ്റീവ്സ് ആണ് എന്നുള്ളൊരു വാദമാണ് വസന്ത് ഷിൻഡെ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇദ്ദേഹത്തോടൊപ്പം ഈ പഠനത്തിൽ പങ്കെടുത്ത പല ആളുകളും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വാദത്തിനെ തള്ളിക്കളയുകയാണ്. ഇറാനിയൻ സ്റ്റെപ്പീസിലെ DNAയുടെ ട്രേസുകൾ ഈ സ്ത്രീയുടെ DNAയിൽ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിലും അത് ആര്യന്മാർ ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നവരല്ല എന്ന് പറയാനും മാത്രം ഉതകുന്ന തെളിവല്ല എന്നുള്ളൊരു വാദമാണ് ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ശാസ്ത്രജ്ഞന്മാരെ മുന്നോട്ട് വെച്ചത്. സോ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഡിബേറ്റ് ഇപ്പോൾ മറ്റൊരു ഡിബേറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ ഒരു DNA പഠനം മാത്രമല്ല ഈ ആര്യൻ തിയറിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. 2018 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കസാക്കിസ്ഥാൻ, ഇറാൻ പോലെയുള്ള വെസ്റ്റ് ഏഷ്യൻ, സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഏകദേശം 362ഓളം ഏൻഷ്യൻ DNAകളുടെ പഠനം ഇതുപോലെ തന്നെ നടത്തിയിട്ടുണ്ട്. ആ 362 ഏൻഷ്യൻ DNAകളും ഇന്ന് ഈ മേഖലകളൊക്കെ താമസിക്കുന്ന ഏകദേശം 260ഓളം ആളുകളുടെ DNA പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിൽ പറയുന്ന പ്രകാരമുള്ള സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഇറാനിലേക്കും അവിടെ നിന്ന് ഇന്ത്യയിലേക്കും ഒക്കെയുള്ള ഒരു ആര്യൻ മൈഗ്രേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും, അതായത് ഈ ജനറ്റിക്കലായിട്ടുള്ള തെളിവുകൾ എടുത്ത് നോക്കുമ്പോഴും എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകളാണ് കൂടുതലായിട്ട് മുന്നോട്ട് വരുന്നത്. എന്നാൽ ഓൾട്ടർനേറ്റീവ് വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകളും ചെറിയ രീതിയിൽ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഡിബേറ്റിൽ ഒരു ഭാഗം ശരിയാണെന്നോ മറ്റേ ഭാഗം തെറ്റാണോ എന്ന് നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഈ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിനെ ചലഞ്ച് ചെയ്യുന്ന, ഒരു കാരണവശാലും എതിർക്കാൻ പറ്റാത്ത രീതിയിൽ ചലഞ്ച് ചെയ്യുന്ന ഒരു തെളിവുമായിട്ട് ഈ ഓൾട്ടർനേറ്റീവ് വ്യൂ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ വ്യൂ ശരിയാണ് എന്ന് അംഗീകരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റൊസറ്റ സ്റ്റോൺ പോലെയുള്ള എന്തെങ്കിലും ഒരു വസ്തു അത്ഭുതകരമായി നമ്മുടെ കയ്യിൽ കിട്ടുകയും ഈ ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ നമുക്ക് കൃത്യമായി ഡീസൈഫർ ചെയ്യാൻ കഴിയുകയും ആ ഹാരപ്പൻ സ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയോ അല്ലെങ്കിൽ അവരുടെ സംസ്കാരമോ ആര്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്ന് തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ എസ്റ്റാബ്ലിഷ്ഡ് വ്യൂവിനെ നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് വ്യൂവിനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ചരിത്ര പഠനത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത്. സോ ആര്യൻ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഡിബേറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.